വളരെ സന്തോഷമുണ്ട്. കാരണം ഇത്രയും ആൾക്കാർ 30-40 ആൾക്കാർ എക്സാം ക്ലിയർ ചെയ്ത് ജോലിക്ക് കയറുമ്പോൾ അവരും അവരുടെ ഫാമിലിയും ഒക്കെ വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. യൂട്യൂബ് ക്ലാസ്സുകൾ മാത്രം കണ്ടു, യൂട്യൂബിലെ ക്ലാസ്സസ് മാത്രം കണ്ടിരുന്ന ഒരാളാണ്. പക്ഷെ എക്സാം ക്ലിയർ ആയി, മറ്റുള്ള ഫിസിക്കലി ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ അത് എനിക്കൊരു വ്യാഴാഴ്ചയായിരുന്നു ഫിസിക്കൽ ഉണ്ടായിരുന്നത്. ആ വ്യാഴാഴ്ച കഴിഞ്ഞ് വെള്ളിയാഴ്ച ഞാൻ ഫസ്റ്റ് ഡെന്നി സാറിനെയാണ് വിളിക്കുന്നത്. കൊട്ടാരക്കരയ്ക്കാണ് ഞാൻ വിളിച്ചത്. അപ്പോൾ കൊട്ടാരക്കരയ്ക്ക് പോകാനായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങൾ കാരണമാണ് ഞാൻ പിന്നീട് അനിൽ സാറിനെ കോൺടാക്ട് ചെയ്യുന്നതും ഇവിടേക്ക് എത്തിപ്പെടുന്നത്. ഒരു തിങ്കളാഴ്ച ഞാൻ ഇവിടെ വന്നു. അന്ന് മുതൽ ഇപ്പൊ വരെ ഞാൻ എക്സാം ക്ലിയർ ചെയ്തതിന് ശേഷവും ഞാൻ ഇവിടെ പഠിക്കാൻ വന്നിട്ടുണ്ട്. അപ്പൊ വരെയും എന്റെ അടുത്ത് വിടുന്ന ആരും ഒരാളും നിനക്ക് ഇതൊക്കെ കിട്ടിയ ഒരാളല്ലേ, നിനക്ക് എന്താ പറയുക, പോയി മറ്റൊരാൾക്ക് ഒരു അവസരം കൊടുക്കുക, അല്ലെങ്കിൽ ഒരു നമ്മുടെ അടുത്ത സോളോ ക്യാബിൻസ് ഉണ്ട്. ആ സോളോ ക്യാബിനിൽ ചിലപ്പോൾ ഞാനിവിടെ വന്നിരുന്നു കഴിഞ്ഞാല് പുതുതായിട്ട് വരുന്ന പിള്ളേർക്ക് ഇവിടെ വന്നിരിക്കാൻ പറ്റാറില്ല. അവര് പുറത്തല്ല, നമ്മുടെ ബിൽഡിങ്ങിനുള്ളിൽ തന്നെയെങ്കിലും കൂട്ടത്തോടെ ഇരുന്ന് പഠിക്കുന്ന ഒരു സിറ്റുവേഷനിലൊക്കെ അടിയിലുണ്ട്. ഇതുവരെ ആരും എന്നോട് പറഞ്ഞിട്ടില്ല നിങ്ങൾ ഇനി ഇവിടെ മാറി നിൽക്കുന്നോ, അല്ലെങ്കിൽ നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലായിട്ട് ആരും ഇതുവരെ സംസാരിച്ചിട്ടില്ല. മെന്റേഴ്സ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും സാർമാരാണെങ്കിലും, പ്രത്യേകിച്ച് എനിക്ക് അനിൽ സാറിനോടാണ് ഒരുപാട് കടപ്പാടുള്ളത്. കാരണം എന്റെ ഏറ്റവും ലോ ലെവലിൽ നിന്ന ആളാണ്. ഇത്രയും കൊണ്ടുവരാനായിട്ട് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് സാറ്. അന്ന് ജോയിൻ ചെയ്തെന്നുള്ളതല്ലാതെ എങ്ങനെയാണ് എക്സാം പാറ്റേൺ ഒരു ഐഡിയ ഇല്ലായിരുന്നു. എക്സാം ക്ലിയർ ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് ഫാക്കൽറ്റി മെമ്പേഴ്സ് എല്ലാവർക്കും ഉണ്ട്. എന്നാലും അങ്ങനെയല്ല, ഏറ്റവും കൂടുതൽ എനിക്ക് ഹെൽപ്പ് ആയത് ഇവിടുത്തെ മെറ്റീരിയൽസ് ആയിരുന്നു. എന്നെ ഈ എക്സാമിന് ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻസ്, GK എല്ലാ ക്വസ്റ്റ്യൻസും വന്നത് ആ മെറ്റീരിയൽസ് മാത്രം വെച്ച് പഠിച്ചിട്ടാണ്. ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ഇവിടെ വന്നിട്ടുള്ളതില് ഫ്രണ്ട്സ്, പിന്നെ മെന്റേഴ്സ് എല്ലാവരും പഠിക്കുന്ന കാര്യത്തിന് ഒരുപാട് ഹെൽപ്പായിരുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തത് ഫിസിക്കലിന്റെ ആവശ്യത്തിന് വേണ്ടിയായിരുന്നു. അതും എനിക്ക് പറ്റൂല എന്നതിലുപരി നാട്ടുകാരുടെ ഡീമോട്ടിവേഷൻ ആയിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. ഓടാൻ പോകുമ്പോഴൊക്കെ ചോദിക്കുന്നത്, പെങ്കൊച്ചല്ലേ ഓടണോ, ഇത്രയൊക്കെ വേണോ, വേറെ ജോലിയൊക്കെ നോക്കിക്കൂടെ, പ്രൈവറ്റ് നോക്കിക്കൂടെ, പഠിച്ചത് എന്താ ടെക്നിക്കൽ അല്ലേ, അങ്ങനെ നോക്കിക്കൂടെ, ഇത് നോക്കിക്കൂടെ, IT ഫീൽഡ് നോക്ക് എന്നായിരുന്നു കൂടുതലും വന്ന കമന്റ്സ്. പക്ഷെ അതിലേറ്റവും കൂടുതൽ പിടിച്ചു നിൽക്കാൻ സഹായിച്ചത് അച്ഛനും അമ്മയാണ്. അവർക്കാണ് അതിന് ഞാൻ ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത്. അവരാദ്യമേ എൻ്റെ അടുക്ക പറഞ്ഞ് ഇറങ്ങിപ്പോയില്ലേ, ഇനിയിപ്പോ എന്തായാലും നിന്നെ കൊണ്ട് പറ്റും, 4 മാസം കഷ്ടപ്പെടാൻ പറഞ്ഞു. അത് ഏറ്റവും കൂടുതൽ ഡീമോട്ടിവേറ്റ് ചെയ്തത് നാട്ടുകാരായിരുന്നു, അല്ലാതെ വേറെ ഒരു സ്ഥലത്തൊന്നും ഡീമോട്ടിവേഷൻ വന്നിട്ടില്ല. പിന്നെ മോട്ടിവേഷന്റെ കാര്യം പറയുകയാണെങ്കിൽ അനിൽ സാറിനാണ് സ്പെഷ്യൽ താങ്ക്സ് പറയുന്നത്. പഠിപ്പിക്കുന്ന കാര്യം ഞാൻ തൽക്കാലം മാറ്റിയിരിക്കുന്നത്, പഠിപ്പിക്കുന്നില്ല എന്നല്ല, നന്നായിട്ട് പഠിക്കുന്നു. പക്ഷെ സാറിന്റെ മോട്ടിവേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മള് തലേന്ന് നമ്മളെ കൊണ്ട് പറ്റൂല, കളയാം എന്ന് വിചാരിച്ചാൽ പിറ്റേന്ന് നമ്മൾ ക്ലാസ്സിന് വരും, അത് ഉറപ്പാണ്. സാർ ആദ്യം ക്ലാസ്സിന് ഒരു 1/2 മണിക്കൂർ എന്തെങ്കിലും മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ ചിലർക്ക് പറയുമ്പോൾ ചില മോട്ടിവേഷൻ നമുക്ക് ഇഷ്ടപ്പെടാതെ വരും. ഞാൻ ഇവിടുത്തെ കാര്യമല്ല, എല്ലാവരും കോമൺ ആയിട്ട് പറയുന്നതാണ്. പക്ഷെ അനിൽ സാറ് മോട്ടിവേറ്റ് ചെയ്യുന്നതും പിന്നെ സാറ് ഉപദേശിക്കുന്നതും എനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. ആ അനിൽ സാറിന്റെ കാര്യത്തിൽ എനിക്കത് മെയിനായിട്ട് പറയാനുള്ള. പിന്നെ വേറെ ആരെയും മോട്ടിവേഷൻ ഞാൻ ഇങ്ങനെയല്ല ശ്രദ്ധിക്കും, പക്ഷെ ഞാൻ അത്രത്തോളം സാറിന്റെ നമ്മൾ കൂടുതൽ പിറ്റേന്ന് പഠിക്കാൻ പറഞ്ഞു അങ്ങനെ ഒരു തോന്നല് വരും ആൾക്കാർ. നമ്മൾ ക്ലാസ്സിൽ ഇരിക്കുന്ന എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലാതെ വേറെ ആരും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല എന്നല്ല, ശ്രദ്ധിച്ചിട്ടുണ്ട്, പക്ഷെ അത്രത്തോളം പറയാൻ എനിക്ക് അറിഞ്ഞു. എല്ലാവർക്കും താങ്ക്സ്. എൻ്റെ പേര് ജി എന്നാണ്. ഞാൻ 2023 സെപ്റ്റംബർ ബാച്ചിലാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. എനിക്ക് SSC GD 2024 SSB ആണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. പിന്നെ എനിക്ക് ഇപ്പോൾ വലുതായിട്ടൊന്നും പറയാനില്ല. കാരണം ഞാൻ ഒരു 5 വർഷം കൊണ്ട് ഇതിൻ്റെ പുറകെയാണ് പ്രാക്ടീസ്. ഈ ആർമി അങ്ങനത്തെ ഫോഴ്സാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ലാസ്റ്റ് ചാൻസ് ആണ്. ഞാൻ ഇത് വിടാതെ ഇതിൻ്റെ പുറകെ നിന്നുകൊണ്ടാണ് എനിക്കിപ്പോൾ ഇത് കിട്ടിയത്. അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട്. പിന്നെ ദിശ അക്കാഡമിക്കാണ് എൻ്റെ ഫുൾ ക്രെഡിറ്റ് പറയാറുള്ളത്. കാരണം അവരുടെ ക്ലാസ് കൊണ്ടാണ് ഞാൻ ഇത്രയും ബെറ്ററായത്.
മാത്സിനും ഞാൻ പൊതുവെ എല്ലാ സബ്ജക്ട്സിലും വീക്കായിരുന്നു. പക്ഷേ ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് താങ്ക്സ് ടു നിഷ അക്കാദമി. എൻ്റെ പേര് ഹസനച്ച്. ഞാൻ 2023 സെപ്റ്റംബർ GD വെച്ചിട്ടാണ് ഇവിടെ വന്നത്. പ്രത്യേകിച്ച് താങ്ക്സ് പറയാൻ എന്നെ പഠിപ്പിച്ച ടീച്ചർമാര്, പിന്നെ നമ്മുടെ ചേച്ചി ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഇട്ട് കഴിഞ്ഞാൽ ഒരു 5-6 മെത്തേഡെങ്കിലും എൻ്റെ ചേച്ചി ഒരു ദിവസം കൊണ്ട് നമുക്ക് അയച്ചു തരും. എത്ര രാത്രി ആണെങ്കിലും ഞാൻ കിടന്ന് ഉറങ്ങും, പിറ്റേ ദിവസം രാവിലെ ആയിരിക്കും ചേച്ചി ഇട്ടേക്കുന്നതാണ്. പിന്നെ നമ്മുടെ കൂടെ നിന്ന് എല്ലാവരെയും ഒരേപോലെ സഹായിച്ച്, പിന്നെ സാറന്മാര് അതുൽ സാറ്, ബിപിൻ സാർ, അങ്ങനെ എല്ലാ സാറന്മാരും ഹെൽപ്ഫുൾ ആയിരുന്നു. താങ്ക്സ് ടു ടീച്ചർ. എൻ്റെ പേര് അർജുൻ. 2023 സെപ്റ്റംബർ ബാച്ചിലാണ് ഞാൻ ഇവിടെ ജോയിൻ ചെയ്തത്. ഇവിടെ നിൽക്കുമ്പം സന്തോഷമുണ്ട്, അതേപോലെ സങ്കടമുണ്ട്. സങ്കടം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൂടെ തന്നെ പഠിച്ച കുറേ പേർക്കൊന്നും, നമ്മുടെ സർക്കിളിൽ നിന്ന കുറേ പേർക്കൊന്നും എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അവരും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഹാപ്പി ആയിരുന്നേനെ. പിന്നെ നമ്മുടെ ഫ്രണ്ട്സിനെല്ലാവരും കിട്ടി, കുറച്ച് പേർ കിട്ടിയില്ല. അത് ആലോചിക്കുമ്പോൾ ചെറിയൊരു സങ്കടം. അടുത്ത വർഷം അവരെന്തെങ്കിലും ക്രാക്ക് ചെയ്യും, അത് ഉറപ്പാണ്. നിഷാദിനെ ഹെൽപ്പ് ചെയ്യുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. വിശ്വാസമല്ല, അവര് പഠിച്ചാൽ അവർക്ക് കിട്ടും, അത് ഉറപ്പാണ്. പിന്നെ വേറെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, വളരെ ഹാപ്പിയാണ്. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടത് നമ്മുടെ മെന്റർ അമൃത ചേച്ചിയുടെ അടുത്താണ്. അമൃത ചേച്ചി എപ്പോഴായാലും ഒരു ക്വസ്റ്റ്യൻ, ഞാൻ മാത്സിലൊക്കെ ഭയങ്കര വീക്കാണ്, വെറും 0 ആയിട്ടാണ് ഇവിടെ വന്നത്. ഒരു വക അറിഞ്ഞൂടായിരുന്നു, കൂട്ടാൻ, കുറയ്ക്കാം, ഡിവൈഡ് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലാതെ വേറെ ഒന്നും എനിക്ക് ഇവിടെ അറിഞ്ഞൂടായിരുന്നു. അപ്പം ഹെൽപ്പ് ചെയ്ത് അമൃത ചേച്ചിയാണ്. ഒരു ക്വസ്റ്റ്യൻ ഇട്ട ഹസൻ പറഞ്ഞ പോലെ ഒരു ക്വസ്റ്റ്യൻ ഇട്ട അമൃത ചേച്ചി എല്ലാം, അതിന് കുറെ മെത്തേഡ് ഉണ്ട്. അതിന് ഈസി ആയിട്ടുള്ള മെത്തേഡ് പറഞ്ഞു തരും, ഹാർഡ് ആയിട്ടുള്ള മെത്തേഡ് പറഞ്ഞു തരും, നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് ചൂസ് ചെയ്യാം. അങ്ങനത്തെ എല്ലാം പറഞ്ഞു തരുന്നത് അമൃത ചേച്ചിക്കാണ് ആദ്യം താങ്ക്സ് പറയേണ്ടത്. പിന്നെ എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ കൂടെ ഇരുന്ന ഫ്രണ്ട്സ്, അവർക്കാണ് പറഞ്ഞ പോലെ അവരെ മിസ് ചെയ്യുന്നുണ്ട് ചെറുതായിട്ട്. അതാണ് ഒരു ആകെയുള്ള ഒരു വിഷമം എന്ന് പറയുന്നത്. പിന്നെ സാറുമാര്, എല്ലാ സാറുമാരും താങ്ക് യു സോ മച്ച്. എൻ്റെ പേര് വീണ. ഞാൻ ഇപ്പോൾ 2024 RPF ബാച്ചിലാണ് ഇവിടെ ജോയിൻ ചെയ്യുന്നത്. ഞാൻ GDക്ക് വേണ്ടി പഠിച്ചത് ഇവിടുത്തെ യൂട്യൂബ് ക്ലാസ് ആണ് കൂടുതലായിട്ട് നോക്കിയത്. പിന്നെ ഇവിടുത്തെ മോക്ക് ടെസ്റ്റ്, അതെല്ലാം വെച്ചിട്ടാണ് ഞാനിപ്പോൾ GD പ്രിപ്പയർ ചെയ്തത്. ഇതെൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. അതിൽ തന്നെ എനിക്ക് ജോലിക്ക് കയറാൻ പറ്റി. BSFലാണ് എനിക്കിപ്പോൾ കിട്ടിയിരുന്നത്. എൻ്റെ പേര് വിനീഷ്. ഞാൻ 2023 ഡിസംബർ ബാച്ചിലാണ് ഇവിടെ വന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് സംസാരിക്കാൻ പേടിയുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ 5 വർഷം കൊണ്ട് GD നോക്കുകയാണ്. അപ്പോൾ അതിൽ ആർമിയിൽ എക്സാം ഒരു 3 പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. അതായത് ഫസ്റ്റ് സമയം പോയി ഫിസിക്കലി കിട്ടിയില്ല, രണ്ടാമത്തെ സമയം പോയി റിട്ടൺ എക്സാം ഫെയിലായി. ആ സമയത്തെന്ന് പറഞ്ഞാൽ എനിക്ക് ഒന്നും അറിഞ്ഞൂടാ, നമ്മൾ ചുമ്മാ പോയി കറക്റ്റ് കുത്തി ജയിക്കാന്നുള്ള രീതിയിലാണ് ഫിസിക്കൽ മെഡിക്കലെല്ലാം കഴിഞ്ഞ ശേഷം പോയത്. അപ്പോൾ അങ്ങനെ അതിലും കിട്ടിയില്ല. അങ്ങനെയാണ് ഇവിടെ ക്ലാസ്സിൽ വരുന്നത്. അപ്പോൾ നമ്മുടെ ചേച്ചിയൊക്കെ നല്ല ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാത്തിനും നല്ല രീതിയിൽ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാനും എല്ലാത്തിനും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് പോയിട്ട് സത്യം പറഞ്ഞാൽ നല്ല പേടിയുണ്ട് സംസാരിക്കുക. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഈ ആർമിയിൽ എക്സാം ഫൈനലായിട്ട് എഴുതിക്കൊണ്ടിരുന്ന സമയത്താണ് അച്ഛൻ വരികയുന്നത്. അപ്പോൾ അച്ഛൻ പഠിച്ച സമയത്ത് നമ്മുടെ ശവപ്പെട്ടി കടയാണ് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ കട മൊത്തത്തിൽ ഞാൻ ഏറ്റെടുത്ത് ഒരു 2 ഷോപ്പ് ഞാൻ എക്സ്ട്രാ പുതിയ കടയൊക്കെ നടത്തി. അങ്ങനെ ബിസിനസ് അത്യാവശ്യം നല്ല രീതിയിൽ പച്ചപിടിച്ച് പൊയ്ക്കൊണ്ടിരുന്ന സമയത്താണ് ഈ നാട്ടിലുള്ള ആൾക്കാർ പറയുന്നത് ഗവൺമെന്റ് ജോലി ചെയ്തുകൂടെ, നീ എന്തിനിങ്ങനെ ഈ കട നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ആൾക്കാരെല്ലാം വന്ന് കുത്തി പറഞ്ഞ് അങ്ങനെയുള്ള രീതിയിലാണ് നല്ല രീതിയിൽ ഞാൻ പിന്നെ ഇതിലോട്ട് അങ്ങനെ ഫോക്കസ് ചെയ്ത് പഠിച്ചത്. ഇവിടെ വന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഒന്നും അറിഞ്ഞൂടാ. അതായത് ഈ കൂട്ടാൻ കുറയ്ക്കാൻ അങ്ങനെ അറിയാം, അതായത് അതിന് ഇംഗ്ലീഷിൽ എങ്ങനെ ചോദിച്ചാൽ എങ്ങനെ അറിയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആ അവസ്ഥയായിരുന്നു ഇവിടെ വന്നിട്ട്. പിന്നെ അങ്ങനെ നമ്മുടെ ദേശീയ കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ നമ്മുടെ ദേശീയം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യത്തിലും. രാത്രി വിളിച്ചാലും എല്ലാം പറഞ്ഞിട്ട് അങ്ങനെ. പിന്നെ അനന്ത് ഇവനാണ് മെയിൻ. കാരണം എനിക്ക് ഒന്നും അറിയണ്ട എന്നിട്ട് ഇവനാണ് എന്നെ വന്നിട്ട് ചീത്ത വിളിച്ച് പഠിപ്പിക്കുകയായിരുന്നു. എടാ ഈ പഠിയടാ എന്ന് പറഞ്ഞാൽ അങ്ങനെ മാത്സ് എല്ലാം പറഞ്ഞവനാണ്. അങ്ങനെ സത്യം പറഞ്ഞാൽ ദിശ അക്കാദമിയുടെ നല്ല സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇപ്പം ഈ ഒരു ജോലി വാങ്ങിച്ചത്. ഓക്കെ, താങ്ക് യു. ജോലി കിട്ടിയ ഈ ഒരു സാഹചര്യത്തെ വളരെയധികം സന്തോഷത്തോടെ ദിശ അക്കാദമിയുടെ പേരിൽ ഞാൻ നിങ്ങളെ എല്ലാവരെയും കൺഗ്രാജുലേറ്റ് ചെയ്യുകയും കൂടെ ഈ ഒരു പ്രോഗ്രാമിൽ നിങ്ങൾ എല്ലാവരും എത്തിയതിലുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയും ചെയ്യുന്നു. താങ്ക് യു.